അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. നമുക്ക് നമ്മുടെ മീനെ എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ മീന് ഒന്ന് പൊളിച്ച് നോക്കാം. എന്തോ ഒരു മണമാ. നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തോ സൂപ്പർ സാധനമാണ് കൂട്ടുകാരെ, ഇത്തരം സാധനം. ഹായ് കൂട്ടുകാരെ, ഏവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിഷിംഗ് ചാനലിന് വേണ്ടി കൂട് വെക്കാനായിട്ട് പോയിരുന്നു. അതിൽ നമുക്ക് ഒരു കാരിയെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതായത് കൂവയിലയിലാണ് നമ്മളത് പൊള്ളിച്ചെടുക്കുന്നത്. കൂവയില എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമെന്ന് തോന്നുന്നു. മഞ്ഞളുടെ ഇല പോലെയുള്ള ഇലയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളോടൊപ്പം കൂട്ടുകൂടാനുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കണം. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. പ്രിയമുള്ള കൂട്ടുകാരെ, നമുക്ക് കൂടിനുള്ളിൽ കിട്ടിയ കാരിയാണ്. ഓക്കെ, വലിപ്പമുള്ളൊരു കാരിയാണ്. കൈയുടെ മുട്ടിൻ്റെ അവിടെ വരെ ഉണ്ട് കേട്ടോ. ഒരു കാരിയെ കിട്ടിയുള്ളെങ്കിലും അത് നല്ലൊരു കാര്യമായിരുന്നു. നമുക്ക് ഇതൊന്ന് വെട്ടാം. ഇത് മിക്കവാറും ഉള്ളവർക്കൊന്നും ഈ കാരിയെ എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. നമുക്കതൊന്ന് വെട്ടാം. നമ്മൾ അല്പം ചാരം, അതായത് ചാമ്പൽ എന്നൊക്കെ പറയും. മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ഇടുക. ഞങ്ങൾ ഈ വിറകൊക്കെ കത്തിച്ചതിൻ്റെ ഇതിന് കൂടുതലും ചാരം എന്നാണ് മധ്യ തിരുവിതാംകൂർ പറയുന്നത്. ചിലരുടെ ചാമ്പൽ എന്നും പറയും. നമ്മളത് എടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിനി ആവശ്യമുള്ളത് ഒരു ഒരു ഈർക്കിൽ വേണം. ഉണക്കോലയുടെ ഈർക്കിലെടുക്കുക. മിക്കവാറും ഉള്ള ആൾക്കാർക്ക് ഈ മീൻ എങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ടതെന്ന് അറിയാതെ അവർ ഒഴിവാക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ ചാമ്പലിടുക. ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ മൊന പോലെ ആക്കി കൊടുക്കുക. ഈ തലയുടെ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവിടെ ഒരു വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഈ ഈർക്കിലെ അതിനുള്ളിലൂടെ കടത്തി വിടുക. തൊലിയുടെ മുകളിലൂടെ അതിനുശേഷം കുറേശ്ശെ കട്ട് ചെയ്ത് എടുക്കുക. ഇതുപോലുള്ള മീനെല്ലാം കൈ തിന്നുന്നത് കൊണ്ട് മിക്കവാറും കത്തിയൊക്കെ കയ്യിൽ വന്ന് കയറും. ഇല്ലേ, മീൻ പെട്ടെന്നാണ്. അതുപോലെ തന്നെ താഴ്വശവും. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഇരിച്ചെടുക്കാം. ചിലയിടത്ത് ഇത് കല്ലിലിട്ട് ഉരച്ചാണ് എടുക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെല്ലാം തൊലി ഇരിച്ചാണ് എടുക്കുന്നത്. നമുക്കിനി കഴുകിയെടുക്കാം. കൂട്ടുകാരെ, നമ്മളത് നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാൻ അടുപ്പിച്ചടുപ്പിച്ച് വരഞ്ഞു കൊടുക്കുക.
നമ്മളത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മസാല തയ്യാറാക്കാം. കൂട്ടുകാരെ, നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി 5 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴുകിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളതിൻ്റെ ഒന്ന് ഇടിച്ചെടുക്കാൻ പോവാണ്. കാരണം മഴയാണ് പുറത്ത്. അതുകൊണ്ട് നമുക്ക് അരകല്ലിൽ അരയ്ക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇടികല്ലിൽ ഇടിച്ചെടുക്കാം. കൂട്ടുകാരെ, നല്ലപോലെ നല്ല രീതിയിൽ ഇടിച്ചെടുക്കണം. അരകല്ലിലായിരുന്ന കുറച്ചുകൂടെ നന്നായി. അത്രയും പേസ്റ്റ് രീതിയിലാക്കാവോ അതേ രീതിയിൽ പേസ്റ്റാക്കി എടുക്കുക. കൂട്ടുകാരെ, നമ്മളതിൻ്റെ കുറച്ച് വാളംപുളി, ശകലം പുളിക്ക് വേണ്ടി ഒരു ശകലം നമ്മൾ എടുത്തിട്ടിരുന്നു. നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് അല്പം ഉപ്പോട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കുഴച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒരു ശകലം കൂടെ വേണം. നമുക്ക് മീനെടുത്ത് മസാലയിലോട്ടിടാം. ചെറിയ പാത്രമാണ് കൂട്ടുകാരെ എടുത്തിരിക്കുന്നത്. ഒരു മീനെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചെറിയ പാത്രം എടുത്തത്. മീനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇരിക്കട്ടെ. നമുക്കിനി അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. നമുക്കൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അത് അത്രയും ഒഴിക്കുന്നത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് മീൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമുണ്ട്. ഇത്രയും എന്തിനാണെന്ന് കൂട്ടുകാർ ചോദിക്കും. അറിയാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം. ചട്ടിക്കകത്ത് കൊള്ളുന്നില്ല. കൂട്ടുകാരെ, നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഒരുമാതിരി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കൂട്ടുകാരെ, അപ്പുറം സൈഡും മൂത്തിട്ടുണ്ട്. മൂത്തുപോയി. നമുക്കിനി നമ്മൾ മാറ്റി വെച്ചിരുന്ന
മസാല ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മീൻ ഇങ്ങെടുക്കാം. വലിപ്പം കൂടുതലായതുകൊണ്ട് തന്നെയല്ല, കട്ടിയില്ലാത്ത മീനുമാണ്. ഇനി കൂട്ടുകാരെ നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. നമ്മൾ ഇതിനുള്ളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയുടെ പകുതിയും തക്കാളി പകുതിയും നുറുക്കി ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നമ്മൾ ഇട്ടിരിക്കുന്ന ഉള്ളിയിലും തക്കാളിക്കും കൂടെ നമ്മൾ അല്പം ഒരു 1/4 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടുകാരെ, ദേ നമ്മൾ അടുത്ത പടിയിലേക്ക് പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കൂവയില. മഞ്ഞളിൻ്റെ ഇല പോലൊക്കെ ഇരിക്കും. മഞ്ഞൾ ചെടിയുടെ ഇല പോലെ ആണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല അല്പം ഇതിലേക്ക് ഇടുകയാണ്. ഇത് ശബരിമല ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണാം. വനപ്രദേശങ്ങളിൽ ഇത് കൂടുതലായിട്ടുള്ള സാധനമാണ് ഈ ഇല. കൂവയെന്നാണ് ഇതിൻ്റെ പേര്. നമുക്കിനി അടുത്തത് നമ്മുടെ മീൻ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. അല്ല, നമുക്കിതിലേക്ക് മസാല എല്ലാം കൂടെ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്കിനി പൊതിഞ്ഞെടുക്കാം. കൂട്ടുകാരെ, ഇത് എത്രത്തോളം ക്ലിയർ ആയി കിട്ടുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഇവിടെ മഴക്കാറുണ്ട്. കൂടാതെ ലൈറ്റിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. വലിയ വട്ടമില്ല ഇവിടെ. കാരണം ക്ലിയറായിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മഴക്കാറുള്ളത് കൊണ്ട് പുറത്തുനിന്നുള്ള വെട്ടം കിട്ടുന്നില്ല. നമുക്ക് ഇത് ഒരു വാഴനാര് കൊണ്ട് കെട്ടിയെടുക്കാം. അരികളുള്ള വാഴനാര് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മളെ വീണ്ടും അടുപ്പിൽ ആ മീൻ ഇരിക്കത്തക്ക രീതിയിലുള്ളൊരു ചട്ടിയേക്കാളും വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഒരു ശകലം ഒരല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ എന്താണെന്ന് വെച്ചാൽ അത് എടുത്തു കൊടുക്കുക. അല്പം മതി. നല്ലവണ്ണം തീയിടുക. നമുക്ക് നമ്മുടെ മീനെ എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം. കൂട്ടുകാരെ, നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം. ഓരോ സൈഡും വെച്ച് കൊടുക്കുക. ഓരോ സൈഡും നോക്കത്തക്ക രീതിയിൽ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ വശവും ഒരു നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. 4 വശവും തിരിച്ചും മറിച്ച് വിട്ട് കൊടുക്കണം. നമുക്കിത് വാങ്ങിയെടുക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ കൂടെ കഴിക്കാനായിട്ട് ചോറും അല്പം സാമ്പാറും എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ
മീനൊന്ന് പൊളിച്ച് നോക്കാം. എന്തൊരു മണമാണെന്നറിയോ കൂട്ടുകാരെ, നല്ല മണം. ആ ഗരം മസാലയുടെയും ബാക്കിയുള്ള മസാലകളുടെ എല്ലാം കൂടെ നല്ലൊരു മണമാണ് മൂക്കിലേക്ക് അടിക്കുന്നത്. ഇതിലെ ആ കൂവയുടെ ഇല വാടി നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ മീൻ വെന്തിട്ടുമുണ്ട്. നല്ല ചൂടുണ്ട്. നല്ലതുപോലെ നമുക്ക് മീൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള മീനാണ് കാരി. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇപ്പം കാരി എടുക്കുക. എന്തൊരു രുചിയാണെന്നറിയാം കൂട്ടുകാരെ, ഉഗ്ര സാധനം. കൂട്ടുകാരെ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.